നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം അവനുണ്ടായതെന്തെന്നാൽ, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. വാടകൾക്കും വാളിനും എതിരെ തടുത്ത് നിൽക്കേണ്ടതിനായി ഈ നഗരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന വീടുകളെയും യഹൂദ രാജാക്കന്മാരുടെ അരമനകളെയും കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ കൽദയരോട് യുദ്ധം ചെയ്യാൻ ചെല്ലുന്നു. എന്നാൽ അത് ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും സംഹരിച്ചിരിക്കുന്ന മനുഷ്യരുടെ ശവങ്ങൾ കൊണ്ട് അവയെ നിറപ്പാനത്രേ. അവരുടെ സകല ദോഷവും നിമിത്തവും ഞാൻ എൻ്റെ മുഖത്തെ ഈ നഗരത്തിന് മറച്ചിരിക്കുന്നു. ഇതാ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല അകൃത്യങ്ങളെയും മോചിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെയും കുറിച്ച് കേൾക്കുന്ന സകല ജനതകളെയും അവരുടെ മുമ്പാകെ അത് എനിക്ക് ആനന്ദമായും പ്രശംസയായും മഹത്വമായും ആയിരിക്കും. ഞാൻ അതിനെ വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തവും സർവ സമാധാനവും നിമിത്തവും അവർ പേടിച്ച് വിറയ്ക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യരും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്തും യഹൂദ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗമോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന യെരൂശലേം വീഥികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷ ധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവരുടെ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന ഈ സ്ഥലത്തും അതിന്റെ സകല പട്ടണങ്ങളിലും ആടുകളെ കിടത്തുന്ന ഇടയന്മാർക്ക് ഇനിയും മേച്ചിൽപ്പുറമുണ്ടാകും. മലനാട്ടിലെ പട്ടണങ്ങളിലും താഴ്വീതിയിലും പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ബെന്യാമീൻ ദേശത്തും യെരൂശലേമിന്റെ ചുറ്റുവട്ടത്തിലും യഹൂദ പട്ടണങ്ങളിലും ആടുകൾ എണ്ണുന്നവന്റെ കൈക്ക് കീഴെ ഇനിയും കടന്നുപോകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിനെ നീതിയുള്ളൊരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതി ന്യായവും നടത്തും. അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരൂശലേം നിർഭയമായി വസിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇസ്രായേൽ ഗൃഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിന് ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. ദിനംപ്രതി ഹോമയാഗം കഴിപ്പാനും ബോധനയാഗം കഴിപ്പാനും ഹനനയാഗം അർപ്പിപ്പാനും എന്റെ മുമ്പാകെ ലേവ്യ പുരോഹിതന്മാർക്ക് ഒരു പുരുഷൻ ഇല്ലാതെ വരികയും ഇല്ല. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായത്തിന്റെ പ്രധാന വാക്യങ്ങൾ 15-16 അത് ഞാൻ വീണ്ടും വായിക്കുന്നു. ആ നാളുകളിലും ആ കാലത്തും ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ മുളപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരൂശലേം നിർഭയമായി വസിക്കും. അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്ന കാലത്തുണ്ടായ 2-ാമത്തെ ദൈവത്തിന്റെ അരുളപ്പാടാണ്. 3-ാം വാക്യം: യിരെമ്യാവ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അതിമഹത്തായ കാര്യങ്ങളെ അറിയിക്കാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നതിനാൽ തന്നെ അടച്ച രാജാവിനോടോ അല്ലെങ്കിൽ പട്ടാളക്കാരോടോ ഒന്നും ഒരു പരാതി ഈ യിരെമ്യാവ് പറഞ്ഞില്ല.
ഇരമ്യാവ് വളരെ സമചിത്തത്തോടെ അത് സഹിക്കുകയാണ്. കാരണം ഇരമ്യാവിനെ അറിയാമായിരുന്നു ഇതൊക്കെ ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ ഒരു പ്ലാനുണ്ട്. തീർച്ചയായിട്ടും ഈ ബന്ധനം ഒന്നും തനിക്ക് തടസ്സമല്ല. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് ശീലാസും ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവരൊരു തെറ്റ് ചെയ്തിട്ടല്ല. അവരൊരു ലക്ഷണം പറയുന്ന ഒരു ഭൂതബാധിതയായ സ്ത്രീക്ക് സൗഖ്യം നൽകി. അവളെക്കൊണ്ട് ജീവിച്ച, അവളെക്കൊണ്ട് ആദായമുണ്ടാക്കിയ ആളുകൾ വെറുതെ കള്ളം പറഞ്ഞു. അതിനാലാണ് അവർ പിടിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. പക്ഷേ ദൈവം എന്തുകൊണ്ട് അങ്ങനെ വരുത്തിയെന്നൊന്നും ചിന്തിച്ച് വ്യാകുലപ്പെട്ടില്ല. അവർ പതിവ് പോലെ പാടി കർത്താവിനെ സ്തുതിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ജയിലിടിഞ്ഞു വീണു. അന്ന് രാത്രി കാരാഗ്രഹപ്രമാണി കുടുംബവും രക്ഷിക്കപ്പെടുകയും സ്ഥാനപ്പെടുകയും ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരെ ജയിലിലടച്ചു. പക്ഷെ അവർക്ക് ഒരു പരാതി ഉണ്ടായില്ല. അത്ഭുതകരമായി ദൈവദൂതൻ ചെന്നവരെ പുറത്തു കൊണ്ടുവന്നു. അവർ പിന്നെയും സുവിശേഷം അറിയിക്കുകയാണ്. അതാണ് ഇന്നും വയലേലകളിൽ കർത്താവിന് വേണ്ടി പീഡ അനുഭവിക്കുന്ന എത്രയോ സുവിശേഷകന്മാർ, എത്രയോ ദൈവമക്കളുണ്ട്. ഒരു പരാതിയില്ല. കാരണം ഇതൊക്കെ കർത്താവ് പണ്ടേ പറഞ്ഞു തന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ചെന്നായ്ക്കളുടെ മത്സ്യത്തിൽ കുഞ്ഞാടുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. അപ്പോൾ ചെന്നായ്ക്കളുടെ കടിച്ചുകയറലൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാൻ മനസ്സായിട്ടാണ് ആളുകൾ കർത്താവിനെ കുറിച്ച് പറയുന്നത്. 4-5 വാക്യങ്ങൾ യെരൂശലേമിനെ നിരോധിച്ചിരിക്കുന്ന കൽദയർക്കെതിരെ യഹൂദ സൈന്യവുമായി ചെല്ലും. പക്ഷേ അവരെല്ലാം ശവങ്ങളായി വീഴും. കാരണം തൽക്കാലം കൽദയ സാമ്രാജ്യം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭരിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. അവരുടെ നാട്ടിൽ പ്രവാസികളായിരിക്കുമ്പോൾ അവരുടെ ഉപദ്രവ നിമിത്തം ഇസ്രായേൽ ദൈവത്തിങ്കിലേക്ക് തിരിയും. 6-11 അപ്പോൾ ദൈവം കേട്ട് ബാബേൽക്കാരെ ശിക്ഷിച്ച് ഇസ്രായേലിനെ വിടുവിച്ച് മടക്കിക്കൊണ്ടുവരും. ദൈവം അവരുടെ പാപം ക്ഷമിക്കും. ഇനി ദൈവാലയത്തിൽ പാട്ടും ആരാധനയും, വീടുകളിൽ സന്തോഷവും നൃത്തവും ഉണ്ടാകും. 12-14 വരെയുള്ള വാക്യങ്ങൾ. ഇനി ഇസ്രായേൽ പർവ്വതങ്ങളിൽ ആട്ടിൻകൂട്ടങ്ങൾ മേയും. ദേവാലയത്തിലെ ദിനംപ്രതിയുള്ള ശുശ്രൂഷകൾക്ക് മുടക്കം വരികയില്ല. ദാവീദിന്റെ വംശത്തിലെ രാജാക്കൾ ഭരിക്കും. 15 മുതലുള്ള വാക്യങ്ങൾ ദാവീദ് പുത്രനായ യേശു ദൈവരാജ്യം സ്ഥാപിക്കുന്ന കാര്യമാണ്. ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്തു, നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു പുരുഷൻ ഇല്ലാതെ വരികയില്ല. നിത്യരാജ്യത്വം. പ്രിയപ്പെട്ടവരെ, ദാവീദ് പുത്രനായ കർത്താവ് നമുക്കറിയാം. ഹോശാനയുടെ അന്ന് ആളുകൾ ഈന്തപ്പനയുടെ കുരുത്തോലകളൊക്കെ ഉയർത്തിക്കാട്ടി അവര് ഒരു കഴുതപ്പുറത്ത് യേശുവിനെ ഇരുത്തി യെരൂശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയതാണ്. അന്നവർ പാടിയത് ദാവീദ് പുത്രൻ ഹോസന്ന എന്ന് പറഞ്ഞാൽ ദാവീദ് പുത്രനായ രാജാവെ ഞങ്ങളെ രക്ഷിക്ക എന്നാണ്. അവിടെ ധാരണ ഉടൻ തന്നെ പീലാത്തോസിനെയൊക്കെ ഓടിച്ച് യേശു സിംഹാസനസ്ഥനാകുമെന്നായിരുന്നു. പക്ഷെ യേശു പറഞ്ഞത് എൻ്റെ രാജ്യം ഐഹികമല്ല, എന്നാൽ യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ അവിടുന്ന് ദൈവരാജ്യം സ്ഥാപിക്കും. അന്ന് ഭൂമിക്ക് വരെ മാറ്റം ഉണ്ടാകും. അന്ന് ദൈവമക്കൾ വിശ്വസിച്ച് മരിച്ചവർ ഉയർക്കും. ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് തേജസ്കരണം ഉണ്ടാകും. അവർ കർത്താവിനോടൊത്ത് അധികാരം പങ്കിടുകയും വാഴുകയും ചെയ്യാനിടയാകും. അവരുടെ ദുഃഖം മാറും, കണ്ണുനീര് മാറും. പിന്നെ മരണമില്ല, രോഗമില്ല, പിന്നെ ക്ഷീണമില്ല, പിന്നെ വിലാപമില്ല. പിന്നെ ദൈവരാജ്യമാണ്, സന്തോഷമാണ്, ആനന്ദമാണ്. ഇതാണ് ഈ അധ്യായം നമുക്ക് തരുന്ന പ്രത്യാശ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.